ഓപ്പോയുടെ ഫോൺ എടുക്കാൻ പോയിട്ട് വിവോയുടെ ഫോൺ എടുത്ത കഥയാണ് ഇന്ന് പറയുന്നത്. നമ്മൾ ജർമ്മനിക്ക് തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസം പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ താഴെ വീണ് പോയി. നമ്മൾ ഫോൺ എടുക്കാൻ പോയത് പുനലൂരുള്ള ഓക്സിജൻ്റെ ഷോറൂമിലാണ്. ഞങ്ങൾ ഓപ്പോ 14 ഫോൺ വാങ്ങിക്കാനാണ് ആക്ച്വലി പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞു അതിലും നല്ലത് വിവോയുടെ ഫോണാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ മാറി വിവോയുടെ ഫോൺ വാങ്ങിച്ചു. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, തുണി എടുക്കാൻ പോയാലും നമ്മൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ പറയുന്നത് തുണിയാണല്ലോ. സാധാരണ ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. ഫോണിൻ്റെ കേസിൽ പിന്നെ ആ ഇരിക്കുന്ന ചേട്ടന്മാർക്ക് കുറച്ച് ഫോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയാമല്ലോ. അപ്പോൾ അവർ അതനുസരിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ വിവോയുടെ ഫോണാണ് വാങ്ങി. പിന്നെ ഫോൺ എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നു. അവിടെ ഐഫോണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ഫോണൊന്ന് ഐഫോണിലോട്ടൊന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു 14 15 ഏതെങ്കിലും. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അതുകൊണ്ട് അറിയത്തുമില്ല ഐഫോണിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ ജർമ്മനിയിലൊക്കെ ആദ്യമായിട്ട് വരുന്ന പിള്ളേർ ഇപ്പോൾ ഔപ്പയർ ആണെങ്കിലും FSC ആണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും എല്ലാവരും ഫസ്റ്റ് സാലറിയിൽ ഐഫോണാണ് വാങ്ങിക്കാറ്. ഓക്കെ, ഐഫോൺ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ വാങ്ങിക്കും, അതാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്മാർട്ട് വാച്ച് ഫ്രീ കിട്ടി കേട്ടോ.